ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സ്കിൻ കെയറിൻ്റെയും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് റെസിപ്പീസും വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കാം. ഉലുവ ഉണ്ടല്ലോ, ഉലുവ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കഴിക്കുക. അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നാരങ്ങ പിഴിയുക, കുറച്ച് ചിയാ സീഡ് ഇടുക, കുറച്ച് ഹണി ഇടുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിക്കുക കേട്ടോ. അപ്പോൾ ഡ്രിങ്ക് നമുക്ക് സ്യൂട്ട് ആവുന്ന പോലെ ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ABC ജ്യൂസിനെ പറ്റിയിട്ടാണ്. ABC ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഫോർ ആപ്പിൾ, B ഫോർ ബീറ്റ്റൂട്ട്, C ഫോർ ക്യാരറ്റ്. അപ്പോൾ ആപ്പിളും ക്യാരറ്റും പകുതി എടുത്തിട്ടുണ്ട്, അതിൻ്റെയും പകുതി വേണം ബീറ്റ്റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്കിൻ കെയറിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമല്ല, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ABC ജ്യൂസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതായത് സ്കിൻ ഗ്ലോ ചെയ്യാനും ഹെൽത്തി ആയിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ABC ജ്യൂസ് ഡെയിലി കുടിക്കേണ്ട ആവശ്യമില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുടിച്ചാൽ മതി, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുടിച്ചാൽ മതി. അപ്പോൾ ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ പീൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ ആപ്പിളും ക്യാരറ്റും എടുത്തതിൻ്റെ നേർ പകുതി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് മുൻപിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്പിളും ക്യാരറ്റും എടുത്തതിൻ്റെ നേർ പകുതി എടുത്തത് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൽ വിറ്റമിൻ A ആണ് ഉള്ളത്, അപ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ആപ്പിളിലാണെങ്കിൽ വിറ്റമിൻ C നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനി ബീറ്റ്റൂട്ടിൽ കൊളാജനാണ്, അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയും പിന്നെ സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും ഒന്ന് പീസസ് ആക്കിയിട്ട് ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഹണി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇത് അരിക്കുന്നില്ല, നേരെ ഡയറക്റ്റ് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസിൽ ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും, അപ്പോൾ ഇത് മൂന്നും കൂടിയാകുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനും പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ 1-2 മാസം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാവട്ടെ, നല്ല ഗ്ലോ ആയിരിക്കും സ്കിന്നൊക്കെ. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള ടൈമിൽ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇടയിലുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെയോ അതല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപോ ഉള്ള സമയത്തല്ല, ഭക്ഷണം കഴിച്ച് ഏകദേശം ഡൈജസ്റ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് കുടിക്കേണ്ടത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഞാനിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവക്കാഡോ ആണ് എടുത്തേക്കുന്നത്. അവക്കാഡോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അവക്കാഡോയിൽ ഒരുപാട് omega-3 ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസിനും ഭയങ്കരമായിട്ട് നല്ലതാണ് അവക്കാഡോ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത അവക്കാഡോ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെ പീലൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഉടച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് പെട്ടെന്ന് ആക്കിയിട്ടോ. നല്ലപോലെ പഴുത്ത അവക്കാഡോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് എന്താ പറയുക പേസ്റ്റായി കിട്ടും. പിന്നെ ഇവിടെ ബുൾസൈ വറുത്തെടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട്. ബ്രെഡ് ഒരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടറോ ഒന്നും തേക്കാതെ തന്നെയാണ് ചൂടാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് ബ്രെഡിലേക്ക് നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള അവക്കാഡോ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അവക്കാഡോ, ഒരു സ്മോൾ സൈസിലുള്ള അവക്കാഡോണ് എടുത്തേക്കുന്നത്. അത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ബുൾസൈ ഉണ്ടല്ലോ, അത് ഞാൻ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എഗ് യോക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ട് എഗ് യോക്കും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായ കുടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക.
ഷുഗറിൻ്റെ കാര്യം നല്ലപോലെ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് വെയിറ്റ് കുറയും കേട്ടോ. ചോക്ലേറ്റ്സ് കഴിക്കാതിരിക്കുക, പിന്നെ പഞ്ചസാരയുടെ അളവ്, ഒരുപാട് ബേക്കറി ഐറ്റംസ്, ഷുഗർ ഐറ്റംസ് ഒക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്താൽ തന്നെ വെയിറ്റ് നല്ലപോലെ കുറയും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഒരു ഗ്രീക്ക് യോഗർട്ട് സാലഡ് കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ സ്കിറി യോഗർട്ടാണ്. അത് ഞാനൊരു 3 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീക്ക് യോഗർട്ട് സാലഡിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി യോഗർട്ടിലേക്ക് കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരക്ക, നമ്മളത്തെ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഇടാം. പിന്നെ കുറച്ച് ആൽമണ്ടും കുറച്ച് പിസ്തയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആൽമണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചിയ സീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യോഗർട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ യോഗർട്ട് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ ഭയങ്കര ബെനിഫിറ്റാണ് കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12 കപ്പ് വെള്ളം കുടിക്കുക ഒരു ദിവസം. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ 15 to 16 കപ്പ് വെള്ളം കുടിക്കുക. പിന്നെ ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കരുത്, അത് വയറൊക്കെ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം. ഈ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ആക്കി വെക്കാം. അപ്പോൾ ഇടയ്ക്ക് ആ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിക്കാമല്ലോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ച് ഫ്രൂട്ട്സൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനെഗറും ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കാം. അതിനുശേഷം നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും ഒരിക്കലും വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾസും ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാം. ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് വാട്ടർ കണ്ടൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെയിലി ഏറ്റവും നല്ലത് ബെറീസ് പോലത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ്. ഇപ്പോൾ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തതാണ്. പക്ഷേ അത് ഡെയിലി കഴിക്കുന്നത് അഫോർഡബിൾ അല്ല. പിന്നെ ഇവിടെ എപ്പോഴും നമുക്കത് അവൈലബിളും അല്ല. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച്, പപ്പായ, അവക്കാഡോ, കിവി, വാട്ടർമെലൺ, പൊമോഗ്രനേറ്റ്, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റാണ് കഴിക്കുന്നത്. പപ്പായ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന റിങ്കിൾസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, ടാൻ റിമൂവ് ചെയ്യാനൊക്കെ പപ്പായ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പപ്പായ കഴിക്കാൻ മാത്രമല്ല ഫേസ് പാക്കായിട്ടും പപ്പായ യൂസ് ചെയ്യാറുണ്ട്. ഓറഞ്ചിൽ ഒരുപാട് വിറ്റമിൻ സി ഉണ്ട്. അപ്പോൾ വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റാനും, പിന്നെ ഒരുപാട് സിറംസൊക്കെ വിറ്റമിൻ സിയിലാണുള്ളത്. പിന്നെ അവക്കാഡോ ഒക്കെ സ്മൂത്തി ആയിട്ട് കഴിക്കാം. അതിഷ്ടമില്ലാത്ത ഒരു ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവക്കാഡോ കഴിക്കാൻ പറ്റും. പിന്നെ വാട്ടർമെലണിൽ ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അത് ഏറ്റവും നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കിവി എന്നുള്ള ഫ്രൂട്ടിൽ ഒരുപാട് വിറ്റമിൻ സിയും ഉണ്ട്. പിന്നെ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ് കിവി. സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ കിവി കഴിക്കുന്നത്. ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് റിച്ച് ഇൻ വിറ്റമിൻ സി ആണ്, ഹൈ ഫൈബറാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനും ഭയങ്കര നല്ലതാണ്. പേരൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ വെയിറ്റ് ലോസിനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ മാക്സിമം നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയി വെക്കാനും സ്കിൻ ഗ്ലോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓറഞ്ചൊക്കെ സീസൺ അനുസരിച്ച് നല്ല മധുരമുള്ള ഓറഞ്ചൊക്കെ കിട്ടും. അപ്പോൾ സീസൺ അനുസരിച്ച് കിട്ടുന്ന ഫ്രൂട്ട്സ് പോലെ മാക്സിമം ഫുഡിൻ്റെ കൂടെ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ലഞ്ച് കഴിക്കുമ്പോൾ എപ്പോഴും മെഷർ ചെയ്തിട്ട് റൈസ് എടുക്കുക. ഞാൻ 1 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ചോറിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചീര അല്ലെങ്കിൽ ഇലക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ കടല, പയർ, ഗ്രീൻ പീസ്, മുതിര അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ട് ഉള്ള കറികൾ കഴിക്കുക. പിന്നെ ഫിഷ് അല്ലെങ്കിൽ മീറ്റൊക്കെ കഴിക്കുക. അതിൻ്റെ കൂടെ ക്യുക്കുംബറോ ക്യാരറ്റോ കൂടെ ആഡ് ചെയ്യുക. ചോറിൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഒരു ഈവനിങ് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ട്സ്, ആൽമണ്ടോ വാൾനട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത, പിന്നെ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടല്ലോ, പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ് അല്ലെങ്കിൽ ഫ്ലേക്സ് സീഡ് എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഫിഗ്, ആപ്രിക്കോട്ടൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഫിഗ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
പിന്നെ ഡിന്നർ ഒരു 8 മണി 7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാം. ഡിന്നറിൻ്റെ കൂടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അലോവേറ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനും ഫേസൊക്കെ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മഞ്ഞൾപ്പൊടിയും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ലപോലെ സ്മൂത്ത് ആവാനും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫേസ് കഴുകുമ്പോൾ എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകുക, അല്ലെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്തിട്ട് കഴുകുക. ഒരിക്കലും കുളിക്കുന്ന സോപ്പ് വെച്ചിട്ട് മുഖം കഴുകരുത്. അതല്ലാന്നുണ്ടെങ്കിൽ ബേബി സോപ്പ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസിൽ എപ്പോഴും ഒരു മോയ്സ്ചർ യൂസ് ചെയ്യുക, ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടും. ഇത് ബോഡി ലോഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് ബോഡി ലോഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പുറത്തൊക്കെ വെയിലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ പുരട്ടിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിവ്യയുടെ ഈ ഒരു ക്രീമും നല്ലതാണ്. പിന്നെ ലിപ്സ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിപ് ബാം യൂസ് ചെയ്യുക. മുഖത്ത് യൂസ് ചെയ്യുന്ന ഫേസ് മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ ആണ്. ബോഡി ലോഷൻ ന്യൂട്രിജീനയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.